ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും പുതിയ വിശേഷം എന്താണെന്നറിയാൻ കാത്തിരിക്കുന്ന ആഗോള മലയാളികൾക്കും കേരള പ്രധാന വാർത്തകൾ അറിയാൻ കാത്തിരിക്കുന്ന ബിലാത്തി പ്രേക്ഷകർക്കും ചൂടുള്ള വാർത്തയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മലയാള മനോരമയുടെ തലക്കെട്ടുകളിൽ നിന്ന് ചൂടുള്ള വാർത്ത ആരംഭിക്കാം. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായ വാർത്തയാണ് മനോരമ ഒന്നാം പേജിൽ ഏറെ പ്രാധാന്യത്തോടെ നൽകിയത്. നടന്നത് 11ാമത്തെ അറസ്റ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച പത്രം തന്ത്രിയും എന്ന തലക്കെട്ടിലൂടെ ഭക്തർക്കുണ്ടായ ഞെട്ടൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ അറസ്റ്റിലായവരുടെ വിവരങ്ങളൊക്കെ ഗ്രാഫിക് പിന്തുണയോടെ പത്രം ഒന്നാം പേജിൽ നൽകുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ വഴിയിലുണ്ടായ വൈരുദ്ധ്യങ്ങളും പ്രാധാന്യത്തോടെ ചൂണ്ടിക്കാട്ടാൻ മനോരമ മനസ്സു കാണിക്കുന്നു. ഇറാനിൽ ആളിപ്പടരുന്ന ആഭ്യന്തര കലാപമാണ് മനോരമ ഒന്നാം പേജിൽ കൊടുത്ത മറ്റൊരു വാർത്ത. അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ പ്രത്യേകതരം തവളയ്ക്ക് അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇ സോമനാഥന്റെ ഓർമ്മ കൂടി ചാർത്തി നൽകിയ വാർത്തയ്ക്കും മനോരമ ഒന്നാം പേജിൽ ഇടം നൽകി. സോമാനി എന്നാണ് തവളയ്ക്ക് നൽകിയ പേരെന്ന് പത്രം എടുത്തു പറയുന്നു. പോറ്റിയെ പോറ്റി തന്ത്രി കുടുങ്ങി എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്. തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നയിച്ച വസ്തുതകൾ പത്രം വിശദമായി ഒന്നാം പേജിൽ പറയുന്നു. സ്വർണ്ണക്കൊള്ളയുടെ എല്ലാ തലങ്ങളിലും തന്ത്രിയുടെ പങ്ക് വ്യക്തമാണെന്ന അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ച പശ്ചാത്തലത്തിലായിരുന്നു അറസ്റ്റെന്നും മാതൃഭൂമി ചൂണ്ടിക്കാട്ടുന്നു. വെനസ്വേല പ്രതിപക്ഷ നേതാവ് മച്ചാഡോയും ട്രംപും തമ്മിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചും അതിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യവും മാതൃഭൂമി ഒന്നാം പേജിൽ ഉൾപ്പെടുത്തിയ മറ്റൊരു പ്രധാന വാർത്തയാണ്. ദൈവതുല്യനും അകത്തെന്ന തലക്കെട്ടാണ് കേരള കൗമുദി നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നേരത്തെ പിടിയിലായ CPM നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ A. പത്മകുമാർ കുറ്റവാളിയിലേക്ക് വിരൽ ചൂണ്ടി ദൈവതുല്യനെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് കൗമുദി തലക്കെട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തതും മൗനാനുവാദം നൽകിയതും തന്ത്രിയാണെന്നും പത്രം ചൂണ്ടിക്കാണിക്കുന്നു. കൗമുദിയുടെ ഒന്നാം പേജിൽ കാര്യമാത്ര പ്രസക്തമായ മറ്റു വാർത്തകൾക്ക് ഇടം ലഭിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കണ്ഠരര് രാജീവര് ജയിലിൽ എന്ന് തന്നെയാണ് ദേശാഭിമാനി തലക്കെട്ട് നൽകിയത്. ശബരിമല കൊള്ളയിൽ ഞെട്ടിക്കുന്ന അറസ്റ്റ് നടന്നിട്ടും പത്രം അധികം ആർഭാടം ഒന്നാം പേജിൽ കാണിച്ചിട്ടില്ല എന്നത് എടുത്തു പറയണം. പകരം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണി ജാഥകൾ ഫെബ്രുവരി 1 തുടങ്ങുമെന്ന കൺവീനർ TP രാമകൃഷ്ണന്റെ അറിയിപ്പിനും CITU സമ്മേളനത്തിനുമാണ് പത്രം പ്രാധാന്യം നൽകിയത്. കേരളം കടക്കണിയിലാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന റിസർവ് ബാങ്കിന്റെയും CAGയുടെയും റിപ്പോർട്ടുകളുടെ ബലത്തിൽ ധനമന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്കും ദേശാഭിമാനി ഒന്നാം പേജിൽ പ്രാധാന്യം നൽകുന്നുണ്ട്. മലയാളം തലക്കെട്ടുകൾ തന്ത്രിയിൽ കുടുങ്ങിയപ്പോൾ ഇംഗ്ലണ്ടിലെ ദിനപത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഗാർഡിയൻ ഇറാനിൽ അരങ്ങേറുന്ന ആഭ്യന്തര കലാപത്തെക്കുറിച്ചുള്ള വാർത്തയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെ തുടർന്ന് ഇറാനിൽ അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയർന്നതാണ് ഇക്കുറി പ്രക്ഷോഭത്തിന് കാരണമായത്. പ്രക്ഷോഭകാരികളെ അമേരിക്കൻ ഏജന്റ് എന്ന് വിളിച്ച് ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രസ്താവനയും ഗാർഡിയൻ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിനെതിരെയുള്ള ഭീഷണി ട്രംപ് ശക്തമാക്കിയ വാർത്തയ്ക്കും ഗാർഡിയൻ പ്രാധാന്യം നൽകുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും US ഇടപെടുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണിയെന്ന് പത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ X നേരിടുന്ന സെൻസർഷിപ്പ് പ്രശ്നങ്ങളെക്കുറിച്ച് എലോൺ മസ്ക് നടത്തിയ പരാമർശങ്ങളാണ് BBC പ്രധാന വാർത്തയാക്കിയത്. Xന്റെ AI ചാറ്റ്ബോട്ടായ ഗ്രോക്ക് ഉപയോഗിച്ച് കുട്ടികൾ പോലും അശ്ലീല കണ്ടന്റുകൾ സൃഷ്ടിക്കുന്നത് വ്യാപകമായ വിമർശനത്തിന് കാരണമായിരുന്നു. ട്രംപിന്റെ ഗ്രീൻലാൻഡ് ഭീഷണിയെക്കുറിച്ചും ഇറാനിലെ ആഭ്യന്തര കലാപത്തെക്കുറിച്ചും BBC പ്രാധാന്യത്തോടെ തലക്കെട്ടുകൾ നൽകിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിലേക്ക് റഷ്യയും ചൈനയും കടന്നുകയറ്റം നടത്താതിരിക്കാനാണ് അമേരിക്കൻ ഇടപെടലെന്നാണ് ട്രംപിന്റെ അവകാശവാദമെന്ന് BBC പറയുന്നു. ട്രംപിനെ പ്രീതിപ്പെടുത്താനാണ് ഇറാനിൽ കലാപകാരികൾ ശ്രമിക്കുന്നതെന്നാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രസ്താവന. ചൂടുള്ള വാർത്തയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പിന്തുടരാൻ മറക്കരുത്.